സൂഫിസം അത് ഇസ്ലാമിൽപ്പെട്ടതാണെന്നാണ്. സൂഫിസം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഖൽബ് ശുദ്ധീകരിക്കണം, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, അങ്ങനെ ദിക്റും ദുആയൊക്കെ ആയിട്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ മാറിയിരിക്കുന്ന ചില ആളുകളായിരുന്നു. പക്ഷേ പിന്നീട് അത് പരിണമിച്ചുകൊണ്ട് ഓരോ സൂഫി ത്വരീഖത്തുകളുണ്ടായി. നക്ഷബന്ദിയ, ഖാദിരിയ, അതുപോലെ ആ രൂപത്തിൽ പല രൂപത്തിലുള്ള ത്വരീഖത്തുകൾ ഉണ്ടാവുകയും ഓരോ ത്വരീഖത്തിൻ്റെയും സ്വീകരിച്ചാൽ അവർ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് വാദിക്കുകയും ആ രൂപത്തിൽ പിന്നീട് ദീനിൽ പഠിപ്പിക്കാത്ത പല ദിക്റുകൾ ആരംഭിക്കുകയും അതുപോലെ പല ഇബാദത്തുകൾ തുടങ്ങുകയും പിന്നീട് ഷിർക്കിലേക്ക് തന്നെ എത്തി. ത്വരീഖത്തിൻ്റെ ഷേഖുമാർക്ക് സുജൂദ് ചെയ്യുന്ന അവസ്ഥയും അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബർ കെട്ടിയുണ്ടാക്കി അവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയും അങ്ങനെ ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത അങ്ങേയറ്റം വഴിപിഴച്ച അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമുക്ക് സൂഫികളെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരം വഴികേട് ഇസ്ലാമിൽപ്പെട്ടതല്ല. അത് പുതിയ ബിദ്അത്താണ്, വലാലത്താണ്, അതിൽ ഷിർക്കുണ്ട്, ചിലർ കുഫറും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് മാറി നിൽക്കുക. സൂഫിയത്ത് ഇസ്ലാമോ യാതൊരു ബന്ധവും